സോ ഹലോ ഗൈസ്, ഇതാ നമുക്ക് പുതിയൊരു കസ്റ്റം പെയിൻറ്റ് ജോബിനായിട്ടൊരു വണ്ടി എത്തിയിട്ടുണ്ട്. ഡുക്കാറ്റിയുടെ സ്ക്രാംബ്ലർ, കിടിലൻ വണ്ടിയല്ലേ. സോ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. കിടില സൗണ്ട് അല്ലേ. ഇത് ഫുള്ളൊരു കസ്റ്റം പെയിൻറ്റ് ജോബാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ എക്സോസ്റ്റൊക്കെ ഫുള്ള് നമ്മൾ റീസ്റ്റോർ ചെയ്ത് ക്ലീൻ ആക്കി എടുക്കും. വണ്ടി മൊത്തത്തിലൊന്ന് കുട്ടപ്പനാക്കി എടുക്കണം. സോ നമുക്കത് തുടങ്ങാം. ഇതാ നമ്മുടെ പാർട്സ് എല്ലാം പ്രൈമറും പരിപാടിയും കഴിഞ്ഞിട്ട് ഫുള്ള് സാൻഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പെയിൻറ്റ് ചെയ്ത് ഫസ്റ്റ് സ്റ്റേജ് പെയിൻറ്റിങ് നമ്മൾ കയറിയിട്ടുണ്ട്. ഒരു സിൽവർ മെറ്റാലിക് ഷെയ്ഡാണ്. നോർമൽ ബേസ് വൈറ്റ് അല്ല. ഇത് കണ്ടോ, കുറച്ച് ഡിഫറൻസ് കണ്ടോ. അത് ക്ലിയർ അടിക്കുമ്പോഴേ കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ. ബാക്കി പാർട്സ് എല്ലാം എന്താ. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് ഇതാ സൈഡ് പാനലെല്ലാം ഉണ്ട്. അടുത്ത് ഇനിയും റെഡ് ഷെയ്ഡ് കയറും. റെഡ് ഷെയ്ഡ് കയറുന്നതിന് മുമ്പ് ടാങ്കിലാണ് മെയിനായിട്ടുള്ള വർക്ക് വരുന്നത്. സോ ടാങ്കിനകത്ത് ഇപ്പോൾ മാസ്കിങ് തുടങ്ങാൻ പോവാം. ഇതാ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് കയറിയിട്ടുണ്ട്, റെഡ്. അത് കണ്ടോ, ചെറിയൊരു ഡുക്കാറ്റിയുടെ ലോഗോ നമ്മൾ എച്ച് ചെയ്തേക്കുന്നത് കൊടുത്തേക്കുന്നത്. അതിപ്പോൾ നമ്മൾ പീൽ ഓഫ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് നമുക്ക് ബേസ് വൈറ്റിനകത്ത് കൊടുത്തേക്കുന്നത് ഡുക്കാറ്റി എന്നുള്ള ലെറ്ററിങ് കിട്ടും. അതിൻ്റെ മഡ് ഗാർഡ്സ്, പിന്നെ ടാങ്കിൻ്റെതാ. ഇത് ഏകദേശം ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതും റിമൂവ് ചെയ്യും. ഇത് റിമൂവ് ചെയ്തിട്ട് നെക്സ്റ്റിന് ബ്ലാക്ക് ഷെയ്ഡ് കയറാറുണ്ട്. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റിന് ഏരിയ മാസ്ക് ചെയ്തേക്കുവാണ് ബ്ലാക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത്ര ഏരിയാസ് വരും. അതിൻ്റെ സൈഡിലാണ് ഷീൽഡ് വരുന്നത്. നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡും കയറിയിട്ടുണ്ട്. ലാമ്പിൻ്റെ പീസും ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി ക്ലിയർ കോട്ട് ചെയ്യാം. നമ്മുടെ റെഡ് പാർട്സ് എല്ലാം പെയിൻറ്റ് ചെയ്ത് ക്ലിയർ കോട്ട് ചെയ്ത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ ഫിനിഷ്. ഇതാ നമ്മുടെ ഫൈനൽ പീസ് റെഡി ആയിട്ടുണ്ട്. സൈഡ് പാനൽ കസ്റ്റം ഗ്രാഫിക്സ് നമ്മൾ പ്രിൻ്റ് ഔട്ട് ചെയ്ത് ക്ലിയർ കോട്ട് ചെയ്തെടുത്തേക്കുവാണ്. ഇതോടെ വെച്ചിട്ട് ബാക്കി വണ്ടി കാണാം. സോ ഗൈസ്, നമ്മുടെ സ്ക്രാംബ്ലർ ഫുള്ള് വർക്ക് ഫിനിഷ് ആയിട്ട് ക്ലീൻ ആൻഡ് നീറ്റായിട്ടായിരിക്കുന്നത്. സോ ഇതിനകത്ത് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ ലാസ്റ്റ് ഫൈനൽ അപ്പ് ചെയ്ത് പറയാം. നമ്മൾ വണ്ടിയുടെ ഫുൾ പെയിൻറ്റ് ജോബ് ചെയ്തിട്ടുണ്ട്. ഇത് പുറത്തിറങ്ങി റിലീസ് ചെയ്തേക്കുന്ന ഡുക്കാറ്റിയുടെ ആർബൺ മോട്ടാർഡ് എന്ന് പറഞ്ഞൊരു സ്ക്രാംബ്ലറിന് എഡീഷൻ ഉണ്ട്. അതിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു പെയിൻറ്റ് ജോബാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കുറച്ച് ചേഞ്ചസ് നമ്മൾ വരുത്തി. നമ്മളിതിൻ്റെ ടാങ്കിൻ്റെ സൈഡ് പാനൽസിൻ്റെ ഡിസൈൻ ചെറുതായിട്ടും ചേഞ്ച് ചെയ്തു, സിമിലർ ലുക്ക് ആക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമുക്കിന്നത്തെ ചെയ്തിരിക്കുന്നതിൻ്റെ എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം ഫുള്ളി ആക്രബോബിക്കിൻ്റെ സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ് ആണ്. എക്സോസ്റ്റ് എല്ലാം നമ്മൾ ഫുള്ള് പോളിഷ് ചെയ്ത് റീസ്റ്റോർ ചെയ്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഹെഡ് ലാമ്പ്സിൻ്റെ റിങ് കാര്യങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പാർട്സ് എല്ലാം ബ്ലാക്ക് ഔട്ട് ആക്കിയിട്ട് ഗ്ലോസി ബ്ലാക്ക് ആക്കി. വണ്ടിയിലുള്ള പ്ലാസ്റ്റിക് പാർട്സ് എല്ലാം ഫുൾ റിമൂവ് ചെയ്ത് പ്ലാസ്റ്റിക് റീസ്റ്റോറേഷൻ ചെയ്തു. വീൽസ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തു. വണ്ടിയുടെ പാർട്സ് എല്ലാം ഊരിയതിന് ശേഷം വണ്ടിയുടെ ഇൻറ്റീരിയർ ഫ്രെയിം അകത്തുള്ള പാർട്സ് എല്ലാം നമ്മൾ ഫുള്ള് റീസ്റ്റോർ ചെയ്ത് ക്ലീൻ ചെയ്ത് വണ്ടി ഒരു പെർഫെക്റ്റ് ലുക്ക് ആക്കി എടുത്തേക്കുന്നത്. ഫിനിഷ് ചെയ്തിട്ടില്ലേ. സോ ഇതിൻ്റെ കോസ്റ്റും ഡീറ്റെയിൽസും അറിയാൻ എന്തായാലും ഇൻബോക്സ് ചെയ്യുക. എന്തെങ്കിലും ഫ്യൂച്ചർ വർക്ക്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ.